CPM എന്ന പാർട്ടിയുടെ ജീർണതയുടെ ഭാഗമായി അതിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യപത്രമായിട്ട് ഇപ്പോൾ പല ബുദ്ധിജീവികളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകരും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. CPMനകത്ത് അന്യവർഗ ചിന്താഗതിക്കാർ കടന്നു കയറി എന്ന് തന്നെയാണ്. അത് അന്യവർഗ ചിന്താഗതിക്കാർ കടന്നു കയറി എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭാഷയാണ്, സാധാരണക്കാരന് മനസ്സിലാവില്ല. ഇനി പറയാം, അതായത് ലാഭമുണ്ടാക്കുക, പണമുണ്ടാക്കുക, ഏത് തരത്തിലും പണമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പാർട്ടിക്കകത്ത് വന്ന് കയറിയവർ മുഴുവനും ഈ അടുത്ത കാലത്ത്, അതായത് പ്രത്യേകിച്ച് പിണറായി വിജയൻ പാർട്ടിയുടെ ചുക്കാൻ പിടിച്ചത് മുതൽ പാർട്ടിക്കകത്ത് കടന്നു വന്ന പാർട്ടി പ്രവർത്തകർ, DYFIക്കാരായിരുന്നാലും SFIക്കാരായിരുന്നാലും മറ്റ് സംഘടനകാരായിരുന്നാലും ഉണ്ടാക്കുക, കൊടുക്കുകയല്ല, പാർട്ടിക്ക് കൊടുക്കുകയല്ല, അങ്ങനെ പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ വന്നവരാണ്. ഇപ്പോൾ അതാ ഒരു അവസാനമായിട്ട് ഇപ്പോൾ ഒരു പ്രധാന വാർത്ത പറഞ്ഞു. ഞാൻ പലപ്പോഴും ഇത്തരം വാർത്തകൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പീഡന കേസിൽ പ്രതികരിക്കപ്പെട്ട CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളെ LC സമ്മേളന പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് പീഡനം നടത്തിയതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അയാളെ ഇപ്പോൾ വീണ്ടും ലോക്കൽ സമ്മേളന പ്രതിനിധിയാക്കി ഒരു ബ്രാഞ്ച് സമ്മേളനം തിരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന ക്രിമിനലുകളെ പാർട്ടിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ പാർട്ടിക്കകത്ത് ആ ക്രിമിനലിസം, അതായത് അന്യവർഗ ചിന്താഗതി ശക്തമായി കയറി എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. എന്തായാലും തിരുവല്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. തിരുവല്ലയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ, അതായത് ഈ ബ്രാഞ്ചിൽ സമ്മേളനം നടന്നപ്പോൾ ഇയാളെ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ അടുത്ത ലോക്കൽ കമ്മിറ്റിയുടെ യോഗം നടന്നപ്പോൾ ഈ വിഷയം ലോക്കൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ലോക്കൽ കമ്മിറ്റിയിൽ ഇയാളെ പ്രതിനിധിയാക്കിയതിൽ കുഴപ്പമില്ല എന്ന വാദം കുറച്ചുപേർ ഉന്നയിച്ചു. എന്നാൽ അതല്ല ശരി, ഒരിക്കലും അയാളെ വീണ്ടും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് വെച്ച് തമ്മിൽ തർക്കമായി, വഴക്കായി, അടിയായി, വാക്കേറ്റമായി, അവർ തമ്മിൽ അടിയായി അലങ്കോലപ്പെട്ടു ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി എന്നാണ് അറിയുന്നത്. എന്തായാലും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അലങ്കോലപ്പെട്ടതെന്നാണ് കേൾക്കുന്നത്. അതായത് ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ CC സജിമോനെയാണ് സമ്മേളന പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത്. സജിമോൻ എന്നുള്ള ആളാണ് ഇതിൻ്റെ നായകൻ, അല്ലെങ്കിൽ ഈ പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള തമ്മിലടിയും വാക്കേറ്റവും വഴക്കും ഉണ്ടായതും യോഗം നിർത്തിവെക്കേണ്ടി വന്നതെന്നുമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന കോട്ടാലി ബ്രാഞ്ച് സമ്മേളനം, തിരുവല്ലയിലെ കോട്ടാലി ബ്രാഞ്ച് സമ്മേളനത്തിലാണ് സജിമോനെ LC സമ്മേളന പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത്. യുവതിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ കേസിലും കുഞ്ഞിൻ്റെ DNA പരിശോധന സമയത്ത് മറ്റൊരാളിൻ്റെ രക്തം കൊണ്ടുവന്ന് കൊടുത്ത് ആൾമാറാട്ടം നടത്തിയെന്ന കേസിലും CPM വനിതാ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മയക്കുമലർന്ന് കലർത്തിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുത്ത് പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി പ്രചരിപ്പിച്ച കേസിലും സജിമോൻ പ്രതിയാണ്. അപ്പോൾ ആള് മിടുക്കനാണ് കേട്ടോ. എന്തായാലും CPMന് പറ്റിയ ആളാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി CPMൽ ഇതുപോലത്തെ ഒരുപാട് കുഴപ്പങ്ങൾ ഈ അടുത്ത കാലത്ത് വീണ്ടും വരുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് കൂടുതൽ പറയണ്ടല്ലോ. പാർട്ടിയിൽ വന്നത് പാർട്ടിക്ക് കൊടുക്കാനാണോ പാർട്ടിയിൽ നിന്ന് എടുക്കാനാണോ എന്നുള്ളത് പാർട്ടി സഹാക്കൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഈ വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ച ഒരാളുടെ ഇന്നലെ ഒരു പോലീസ് പിടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അനധികൃത മദ്യക്കച്ചവടത്തിന് ആണ് ഇയാളെ പിടിയിലായത്. മലയാലപ്പുഴ സ്വദേശി സുധീഷിനെയാണ് കോന്നി എക്സൈസ് സംഘം മയിലാടും പാറയിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും 7 ലിറ്റർ വിദേശ മദ്യവും കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിനു ഫിലിപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇയാളെ കണ്ടെടുത്തു, ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. എങ്ങനെയുണ്ട്? മന്ത്രി വീണ ജോർജും അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഉദയഭാനും കൂടി വെള്ള പൂശി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവരിൽ ഒരാളാണ് ഇപ്പോൾ അനധികൃത മദ്യവിൽപ്പന കേസിൽ പിടിയിലായിരിക്കുന്നത്.